Welcome to this video. In this video, we will discuss about magnetic hysteresis. So, what is hysteresis? Basically, hysteresis in magnetic system is basically a property of a ferromagnetic substances. സാധാരണയായി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ കാണപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. So what is that is when we apply an external magnetic field to make produce a magnetization in the magnetic field in the magnetic material, that is ferromagnetic material, the magnetization inside the ferromagnetic material lags behind the magnetic field, which means we can say that it is basically due to the fact that the magnetic field and the magnetization produced in the ferromagnetic material, they are not directly proportional, or they are not in phase, or they are not instantaneous, or there is a casuality, or there is a lag in the magnetization of the ferromagnetic material. അപ്പോൾ നമ്മളൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ മാഗ്നറ്റൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനുള്ളിൽ ക്രിയേറ്റ് ചെയ്ത മാഗ്നറ്റൈസേഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന അതേ ഇൻസ്റ്റൻറ്റിൽ അല്ലാതെ ആകുകയും അതേ ഒരു ഫേസ് ഡിഫറൻസ് കൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ ലീഡ് ചെയ്യുകയും മാഗ്നറ്റിക് ഫീൽഡ് ലീഡ് ചെയ്യുകയും മാഗ്നറ്റൈസേഷൻ ലാഗ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫിനോമിന കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. സോ ദ ഹിസ്റ്റെറിസിസ് എഫക്റ്റ് എന്ന് പറയുന്നത് ദർ ഈസ് എ ലാഗിങ് ഓഫ് ദ മാഗ്നറ്റൈസേഷൻ ബിഹൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് ഹിസ്റ്റെറിസിസ് എഫക്റ്റ്. So basically hysteresis means lagging. So what is lagging? Magnetization is lagging. So the magnetization is lagging, or we can say the magnetic flux density of the magnetic material is lagging behind the magnetic field strength. So magnetic field strength എന്ന് പറയുന്നത് പുറത്തുനിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നതെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ലാഗ് ചെയ്യുന്നു. So all ferromagnetic materials exhibit this property. So what we will do is we place a ferromagnetic substance inside a current carrying coil. As we take ഒരു കറണ്ട് കാരിയിങ് കോയിലിൽ കറണ്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആ കറണ്ട് കാരിയിങ് കോയിലിൻ്റെ ആക്സിസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ബിക്കോസ് ദ കറണ്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കറണ്ട് കോയിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് പാസിംഗ് ത്രൂ ദ കോയിൽ. അപ്പോൾ കോയിലിൽ കൂടെ പോകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ കോയിൽ കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കോയിലിന്റെ നടുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു സാധനം വെക്കുന്നു, നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്റെറിസിസ്. അപ്പോൾ ഈ ഹിസ്റ്റെറിസിസ് പ്രോസസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അറ്റ് ഇൻസ്റ്റന്റേനിയസ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റൈസേഷനും മെഷർ ചെയ്തുകൊണ്ടേ പോകുന്നു. അപ്പോൾ നമുക്ക് ഓരോ സമയത്തെ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റൈസേഷൻ മെഷർ ചെയ്ത് ഒരു സൈക്കിൾ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാഗ്നറ്റൈസേഷൻ ഇൻസൈഡ് ദ മെറ്റീരിയൽ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, ഒരു AC വോൾട്ടേജ് അല്ലെങ്കിൽ AC ഫീൽഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ AC വോൾട്ടേജ് കൂട്ടി മാക്സിമത്തിൽ എത്തിയതിനു ശേഷം കുറച്ചതിന് ശേഷം സീറോയിൽ എത്തിയതിനു ശേഷം വീണ്ടും ഡയറക്ഷൻ മാറ്റിയിട്ട് വീണ്ടും മാക്സിമത്തിൽ എത്തുന്നു, നെഗറ്റീവ് മാക്സിമത്തിൽ എത്തുന്നു, വീണ്ടും കുറച്ചുകൊണ്ട് സീറോയിൽ എത്തിക്കുന്നു. അങ്ങനെ ഈ എക്സ്ട്രീം രണ്ട് സൈഡിലെയും പോസിറ്റീവ് നെഗറ്റീവ് മാക്സിമത്തിൽ എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു AC സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സബ്സ്റ്റൻസ് ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്. അതേപോലെ ഇഫ് യു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, നമ്മൾ ഈ കറണ്ട് കാരിയിങ് കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ the magnetization produced in the ferromagnetic material ഉള്ളിൽ ഉണ്ടായ മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെടുകയും the substance will get demagnetized ആവുകയും ചെയ്യും. ഈ ഡീമാഗ്നറ്റൈസേഷൻ നടക്കുമ്പോഴും ഈ പ്രോസസ് there is a lagging, അവിടെ ഒരു ലാഗിങ് സംഭവിക്കുന്നു. ഇതിനാണ് ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിസ്റ്റംസ് എല്ലാം സംഭവിക്കുന്നത് ഒരു നോൺ ലീനിയർ ആണ്. അതായത് ഹിസ്റ്റെറിസിസ് സിസ്റ്റം ഷോസ് ഹിസ്റ്റെറിസിസ് ആർ യൂഷ്വലി നോൺ ലീനിയർ. So this can be mathematically challenging to some historical model. അതൊക്കെ നമുക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് എന്തായാലും ഒന്നാമത്തെ മനസ്സിലാക്കി ദേ ആർ നോട്ട് ലീനിയർ, അതായത് ദേ ആർ നോട്ട് ഇൻ ഫേസ്. അതിനാണ് നോൺ ലീനിയർ അല്ല എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഹിസ്റ്റെറിസിസ് തന്നെ നമുക്ക് പല ടൈപ്പിലുണ്ട്. ഇവിടുത്തെ അവസ്ഥയിൽ നമുക്ക് ഹിസ്റ്റെറിസിസ് എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി.
ഇത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ കാണുന്ന ഗ്രാഫിലാണ് ഹിസ്റ്ററിസിസ് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി നമ്മൾ എക്സ് ആക്സിസിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് എച്ചിനെ പ്ലോട്ട് ചെയ്യുന്നു. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ആ മാഗ്നറ്റിക് മെറ്റീരിയലിനുള്ളിൽ ഉണ്ടായ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻ ദ വൈ ആക്സിസ്. അപ്പോൾ വൈ ആക്സിസിൽ നമ്മൾ ഓരോ വാല്യൂ ഓരോ ഇൻസ്റ്റന്റിൽ പ്ലോട്ട് ചെയ്യുന്നു. ഇനിഷ്യലി ദർ ഇസ് നോ എവറിത്തിങ് ഇസ് സീറോ. എച്ചും സീറോ ആണ്, ബിയും സീറോ ആണ്. അപ്പോൾ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല, നമ്മൾ കറണ്ട് കൊടുത്തിട്ടില്ല, കറണ്ട് സീറോ ആണ്. അത് കറണ്ട് സീറോ ആയതുകൊണ്ട് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഇല്ല, അതിനുള്ളിൽ മാഗ്നറ്റൈസേഷനും ഇല്ല. അപ്പോൾ മാഗ്നറ്റൈസിങ് എച്ചും സീറോ ആണ്. ദർ ഇസ് നോ മാഗ്നറ്റൈസിങ് ഫീൽഡ് ആൻഡ് ദർ ഇസ് നോ ഫ്ലക്സ് ഡെൻസിറ്റി ഇനിഷ്യലി. സോ സ്ലോലി വാട്ട് ഐ ആം ഡൂയിങ് ഇസ് ഐ ആം ഇൻക്രീസിങ് ദ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഓർ മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പോൾ ഞാൻ എച്ചിന്റെ വാല്യൂ കൂട്ടുകയാണ്. അത് കൂട്ടി കൂട്ടി അവസാനം ഞാൻ മാക്സിമത്തിൽ എത്തുന്നു. കൂട്ടുന്നതിനനുസരിച്ച് ഞാൻ എച്ചിന്റെ വാല്യൂ ഇവിടെ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഐ ആം മെഷറിംഗ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി ഞാൻ മെഷർ ചെയ്യുമ്പോഴും ഐ ആം ഗെറ്റിംഗ് എ നോൺ ലീനിയർ ഇൻക്രീസ് ഇൻ ദ ഫ്ലക്സ് ഡെൻസിറ്റി. നോൺ ലീനിയർ ഇൻക്രീസ് നടത്തി അവസാനം അത് സാച്ചുറേഷനിൽ എത്തുന്നു. എന്ന് വെച്ചാൽ ഇതിനപ്പുറത്തേക്ക് കൂടാൻ പോകുന്നില്ല, ഇത് നേരെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ബിക്കോസ് ഓൾ ദ ഡൈപോൾസ് ഇൻസൈഡ് ദ മെറ്റീരിയൽ ഹാസ് ബിക്കം മാഗ്നറ്റൈസ്ഡ്. അപ്പോൾ എല്ലാ ഡൈപോളും മാഗ്നറ്റൈസ് ആയതിനു ശേഷം അത് സാച്ചുറേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി ഒരു മാക്സിമത്തിൽ കോൺസ്റ്റന്റ് എത്തിച്ചേരുകയും ചെയ്യും. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് വെൻ വി ഇൻക്രീസ് ദ കറണ്ട് ഇൻ ദ കോയിൽ ഇൻ വൺ ഡയറക്ഷൻ ഓർ വി ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻ വൺ ഡയറക്ഷൻ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ചെയ്ത് വീണ്ടും ഇതിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ മാഗ്നറ്റൈസിങ് ഫീൽഡിനെ കുറയ്ക്കണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കറണ്ടിനെ ഓപ്പോസിറ്റ് റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ സർക്കുലർ കോയിലിലേക്ക് നേരത്തെ പാസ് ചെയ്ത കറണ്ടിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്താൽ ഈ നേരത്തെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ക്രിയേറ്റ് ചെയ്ത മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ അത് എ എഫിലൂടെ പാസ് ചെയ്യും. എ എഫിലൂടെ പാസ് ചെയ്ത് നേരെ ഈ കുറഞ്ഞ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കുറഞ്ഞു. പക്ഷേ ഞാനിവിടെ സീറോയിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എ ബിയിലൂടെ പോകുന്നു. ഇതിലല്ല, എ ബിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ എച്ച് സീറോ ആക്കിയാലും ബി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി സീറോ ആകുന്നില്ല. ദാറ്റ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം രണ്ടും സീറോ ആയിരുന്നു, ഫ്ലക്സ് ഡെൻസിറ്റിയും സീറോ ആയിരുന്നു, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും സീറോ ആയിരുന്നു. ആ സന്ദർഭത്തിൽ ഞാൻ മാഗ്നറ്റൈസ് ചെയ്തപ്പോൾ ഒരു മാക്സിമം മാഗ്നറ്റിക് മൊമെന്റിലെത്തി, അല്ലെങ്കിൽ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റിയിൽ എത്തിയതിനു ശേഷം ഞാൻ ഡീമാഗ്നറ്റൈസ് ചെയ്ത് സീറോ മാഗ്നറ്റൈസേഷൻ ഫീൽഡ് കൊടുത്തപ്പോഴും ഐ ആം ഗെറ്റിംഗ് എ നോൺ സീറോ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ദിസ് ഈസ് കോൾഡ് ആസ് റിട്ടൻറ്റിവിറ്റി, അല്ലെങ്കിൽ റിട്ടൻറ്റിവിറ്റി അല്ലെങ്കിൽ റിട്ടൻറ്റീവ് മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിസം എന്ന് പറയും. അതായത് നമ്മൾ സീറോ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റൈസ് ചെയ്ത ഒരു മെറ്റീരിയലിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ നമുക്ക് സീറോ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താലും മതിയാവില്ല. ബിക്കോസ് സീറോ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ പോലും ദർ ഈസ് സം റെമനന്റ് മാഗ്നറ്റിസം, ദർ ഈസ് സംതിങ് വിച്ച് ഇസ് റിമൈനിങ്, the magnetism which is remained even if we give a zero magnetic field after magnetizing a material is called as remnant magnetism. This property is called retentivity. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ മുകളിലേക്ക് കൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ എച്ച് സീറോ ആകുമ്പോഴും അവിടെ ഒരു ബി വാല്യൂ സീറോ അല്ല, നോൺ സീറോ പോസിറ്റീവ് ബി വാല്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെ സീറോ ആക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു നെഗറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. നെഗറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷനിലേക്ക് ഓറിയന്റ് ചെയ്യുന്ന ഡൈപോൾസ് എല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഓറിയന്റ് ചെയ്യുകയും അങ്ങനെ അവസാനം കുറച്ച് കഴിയുമ്പോൾ സീറോ വാല്യൂ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആയി മാറിയും വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ആ നെഗറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് അവസാനം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സാച്ചുറേഷനിൽ എത്തിക്കുന്നു, നെഗറ്റീവ് സാച്ചുറേഷനിൽ എത്തിക്കുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെ ഡിയിലെത്തുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കുന്നു. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ആ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ട് കൂട്ടുന്നു. കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്നു. സി ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് കമ്മിങ്. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വന്ന് അവസാനം ഇയിലെത്തുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സീറോ മാഗ്നറ്റിക് ഡീമാഗ്നറ്റൈസ് ആയിരിക്കുന്ന ഒരു സാധനത്തിനെ വീണ്ടും മാഗ്നറ്റൈസ് ചെയ്യാൻ ശ്രമിച്ചാലും ആ പോസിറ്റീവ് സീറോയിൽ എത്തിയാൽ പോലും അത് even if I reach the zero magnetizing field, the magnetic flux density is not zero. This is what happens in the retentivity also. In the positive direction നിന്ന് തിരിച്ച് സീറോയിൽ എത്തിയപ്പോഴും നമുക്കൊരു റെമനന്റ് മാഗ്നറ്റിസം കിട്ടിയതുപോലെ നെഗറ്റീവ് ഡയറക്ഷനിൽ ഉണ്ടായിരുന്ന മാഗ്നറ്റൈസേഷൻ വീണ്ടും ഓപ്പോസിറ്റ് സീറോ ആക്കിയപ്പോഴും നമുക്ക് എന്ത് കിട്ടി? ഒരു റെമനന്റ് മാഗ്നറ്റൈസേഷൻ കിട്ടി. ദാറ്റ് ഈസ് കോൾഡ് റിട്ടൻറ്റിവിറ്റി. വീണ്ടും ഞാൻ പോസിറ്റീവ് ഡയറക്ഷനിൽ ആ സീറോ ആക്കി കുറച്ചതിന് ശേഷം വീണ്ടും പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റൈസിങ് ഫീൽഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും അത് കൂടി ഒരു
സീറോ മാഗ്നറ്റിക് ഫീൽഡ് എത്താൻ വേണ്ടി ഒരു പോസിറ്റീവ് വാല്യൂ ഓഫ് മാഗ്നറ്റൈസിങ് ഫീൽഡ് ആവശ്യമായി വരുന്നു. അപ്പോൾ ഒരു ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു പോസിറ്റീവ് വാല്യൂ, ഒരു ഡീമാഗ്നറ്റൈസ്, ഒരു നെഗറ്റീവ് ഡയറക്ഷനിൽ മാഗ്നറ്റൈസ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ വി നീഡ് എ പോസിറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ്, magnetizing field. So this is what coercivity. And again, if you increase the magnetizing field, the magnetic flux density increases and reaches the saturation again. But the path is different. So you see here, the first step, when I increase the magnetic field, and then I decrease it to become demagnetize it, it follows a particular path in the upper side. And when I remagnetize it in the opposite direction again, it follows a lower side, because the area corresponds to an energy loss because of this process. That means I am magnetizing a material and demagnetizing it and then again remagnetizing it. In this cycle, in this process, there is a loss of energy, and that is found in the form of heat in the magnet. And this loss is what this loss of energy is basically absorbed from the external magnetic field. അപ്പോൾ external magnetic field നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് കൺവേർട്ട് ആയി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സ്, ഒരു എനർജി ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ പ്രോസസ്സിനാണ് ഹിസ്റ്റെറിസിസ് അല്ലെങ്കിൽ ഹിസ്റ്റെറിസിസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് റിട്ടൻറ്റിവിറ്റി ആൻഡ് കോയസിവിറ്റി. വൺ ഇസ് കോൾഡ് റിട്ടൻറ്റിവിറ്റി, മീൻസ് റെമനന്റ് മാഗ്നറ്റിസം ഇസ് കോൾഡ് റിട്ടൻറ്റിവിറ്റി. Coercivity means even if I apply in order to make a zero magnetic flux, we have to apply a negative magnetization field. This process is called as coercivity. So thus we come to this end of this hysteresis, and these are the explanations which I have completed already. So the force required to remove the retentivity of the material is called as coercive force. So advantage of hysteresis loop. A small region of the hysteresis loop is an indicator of a less loss. ഒരു മാഗ്നറ്റിന്റെ ഹിസ്റ്ററിസിസ് ലൂപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ലോസ് അതിന് ആ മാഗ്നറ്റിന് ഉണ്ടാകും, ആ മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് അതിന് ഹിസ്റ്ററിസിസ് ലൂപ്പിൽ നിന്ന് മനസ്സിലാക്കാം. Hysteresis loop provides a substance with the importance of retentivity and coercivity. Is therefore the way to select the right material to make a permanent magnet is made simple by the heart of machines. അപ്പോൾ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം എന്നുള്ളത് അതിന്റെ ഹിസ്റ്ററിസിസ് ലൂപ്പ് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. റെസിഡ്യൂവൽ മാഗ്നറ്റിസം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഹിസ്റ്ററിസിസ് ലൂപ്പ് ഉപയോഗിച്ച്. അതിൽ നിന്ന് നമുക്ക് ഒരു ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ എളുപ്പമാണ് ഹിസ്റ്ററിസിസ് ലൂപ്പ് വഴി. അപ്പോൾ ഹിസ്റ്ററിസിസ് ലൂപ്പിലെ റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ പറ്റും. So when a ferromagnetic material is magnetized by applying the external magnetic field, after the magnetization, if you remove the external magnetizing field, the material will not relax back to its zero magnetization position. As we already told, ഞാൻ പറഞ്ഞു remnant magnetism എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, even if you remove the external magnetizing field, the magnetic material will not become zero magnetization position. There will be something remaining, magnetization remaining in the material, that is called remnant magnetism or retentivity. The coercivity means the amount of the negative magnetization field which is external magnetizing field which we have to apply in order to completely demagnetize the substance. ഇപ്പോൾ മാഗ്നറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെറ്റീരിയലിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ ആവശ്യമായ നെഗറ്റീവ് മാഗ്നറ്റൈസിങ് ഫീൽഡിനെയാണ് കോയസിവിറ്റി എന്ന് പറയുന്നത്. This is all we can understand from the hysteresis loop of a material. So thus we come to the end of this video. Thank you one and all.